for your unstinted support in the fundraising program in the month of May. It is my privilege and to express our thanks on behalf of the committee of Kerala Samajam to our chief guest, Dr. Vatsala Rajan, former principal, Government College, Tripurnithara. Thank you for your esteemed presence and beautiful message on Onam to our community. I also thanks to Miss Judy Port, Mayor of Devi, and Ms. Aris Serpent, Commissioner of Public Funds, for your presence and watching our own programs. I also congratulate and thank all of the committee members and their friends and the supporters of Kerala Samajam, whose effort and hard work have made our Onam Sadhya serve this evening. Onam to Pravasi means an occasion of taking all of us to our native land of Kerala and its culture. To make that on stage, we could not forget the great effort of our dance teachers, Ranjana Warrior and Rasmi Sunil. Thank you for your participation and cooperation. A special word of thanks to Vijukuti and Shivu Joseph. നിങ്ങൾക്കറിയാം, ഇതുപോലൊരു പ്രോഗ്രാം, ഇതുപോലൊരു ഇത്രയും ഭംഗിയായി ഇതുപോലൊരു സ്റ്റേജ് സെറ്റിംഗിൽ കണ്ടക്ട് ചെയ്യുക എന്ന് പറയുന്നത് എൻ്റെ എഫേർട്ടും അതിൻ്റെ ഹാർഡ് വർക്കും. തീർച്ചയായിട്ടും അവർ ഇതിന് ഒരു വളരെ അഭിനന്ദനം അർഹിക്കുന്നു. Definitely they will be honored later, but I also a special word of thanks to them for their excellent artwork, stage design and sound recording. A big thanks to George Cordon of Miami and Ijo Matthew, who costumed and acted as Marvelis, our very basic concept of Onam celebration. An acknowledgement of appreciation to our Gandhi Mathukudi Chetan, who boosted our Independence Day. A big thank you for the energy and excitement brought in by our Chandamalam team, Jos Kareden and his friends. I thank all of our performers and all of you who have encouraged and support them throughout the program in this wonderful evening. Also remember that our program is not done yet. Few more items are coming. Please stay with us and enjoy the rest of the program. Thank you. Happy Independence Day and Onam. പച്ചക്കറിക്കായ തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടിട്ടു ചൊല്ലി, കുഞ്ഞോളി പൂവാലി മാമുണ്ട് ചാഞ്ചാട്. പച്ചക്കറിക്കായ തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടിട്ടു ചൊല്ലി,
ചാഞ്ചാട് വെള്ളരി പിഞ്ച് പോലും ചുമ്മാ കള്ളക്കണ്ണീരൊഴുകി തക്കാളി പപ്പാളി അച്ചിങ്ങ പിച്ചിങ്ങപ്പം പിച്ച നടന്ന് ചൊല്ലി കുഞ്ഞോളെ പൂമാലി മാമണ്ണ് ചാഞ്ചാട് കുഞ്ഞോളെ പൂമാലി മാമണ്ണ് ചാഞ്ചാട് അല്ലിമലർക്കാവിൽ പൂരം കാണാൻ അന്ന് നമ്മൾ പോയി രാവിൽ നിലാവിൽ ദൂരെയൊരാൾ മരച്ചോട്ടിലിരുന്നു മാരിവിൽ ഗോപുര മാളിക തീർത്തു അതിൽ നാമൊന്നായാടിപ്പാടി അല്ലിമലർക്കാവിൽ പൂരം കാണാൻ അന്ന് നമ്മൾ പോയി രാവിൽ നിലാവിൽ ചിങ്കാരക്കിന്നാരം ചിരിച്ചു മണിക്കുരുണ്ടൈവ പുന്നാരം പുന്നാരം കുറുമ്പുറങ്ങുമി കുരുന്നു ചുണ്ടത്തെ മണിപ്പതക്കമുണ്ട അമ്മാനം അമ്മാനം കുഞ്ഞിക്കുളിരം വിളിയേ ചെറുക്കുമ്പിളിലെ മുമ്പു മിന്നാരം കണ്ടു മിന്നിയ ചിങ്കാരക്കിന്നാരം ചിരിച്ചു കൊഞ്ചുന്ന വിദേശാധിപത്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിന്റെ അനുപമ വിഹായസിലേക്ക് നാം നടന്നു കയറിയത് ഒട്ടനവധി ധീരദേശാഭിമാനികളുടെ ത്യാഗത്തിനു മുകളിലൂടെയാണ്. നമ്മുടെ രാജ്യത്തിന്റെ അന്തസ്സും അഭിമാനവും ഉയർത്തിപ്പിടിക്കേണ്ടവരാണ് ഓരോ ഭാരതീയനും. എവരി ഇന്ത്യൻ ഈസ് ആൻ അംബാസഡർ ഓഫ് അവർ ഗ്രേറ്റ് നേഷൻ. പെറ്റമ്മയെയും പിറന്ന നാടിനെയും സ്നേഹിക്കുന്ന ഓരോ ഭാരതീയനും ഈ 69ാം സ്വാതന്ത്ര്യ ദിനത്തിൽ ഉറക്കെ പറയൂ, ജയ് ഹിന്ദ്. അമ്മേ, ഞാൻ ജോലിക്ക് പോവാ. ശരി മോളെ, നീ തിരിച്ചു വരുമ്പോ അച്ഛനുള്ള മരുന്നുകൂടി വാങ്ങിക്കണം. ശരി അമ്മ. പിന്നെ പൈസ ഉണ്ടെങ്കിൽ
കുറച്ച് അരി കൂടി വാങ്ങിക്കണം കേട്ടോ. മോള് അച്ഛനുള്ള മരുന്ന് കൂടി വാങ്ങിച്ചിട്ടേ വരൂ. അമ്മേ അമ്മേ. ആ, മോള് വന്നോ? ഇന്നെന്താ നേരത്തെ? അല്ല, ഇവരൊക്കെ ആരാ? ഞാനിനി ഈ ജോലിക്ക് പോകുന്നില്ല അമ്മേ. നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു ചാര സംഘടനയുടെ ഓഫീസാണ് അമ്മേ അത്. നിങ്ങൾ ഒന്നും പേടിക്കേണ്ട. കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും പരമരഹസ്യമായിരിക്കും. മാത്രവുമല്ല, മറ്റേത് കമ്പനി തരുന്നതിനേക്കാളും കൂടുതൽ ശമ്പളം ഞങ്ങൾ നിങ്ങൾക്ക് തരും. പട്ടിണി കിടന്ന് മരിക്കേണ്ടി വന്നാലും പിറന്ന നാടിനെ ഒറ്റുകൊടുക്കുന്ന ഒരു ജോലിയും എന്റെ മകൾക്ക് വേണ്ട. എന്റെ മകളുടെ തീരുമാനം തന്നെയാണ് ശരി. നിങ്ങൾക്ക് പോകാം. നിങ്ങൾക്ക് ഞങ്ങളെ അറിയില്ല. പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ രാജ്യത്തെ ഒറ്റുകൊടുക്കുന്ന നീയൊക്കെ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം എങ്ങനെ കിട്ടിയെന്നറിയാമോ? ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൽ നിന്നും ഈ രാജ്യത്തെ മോചിപ്പിക്കുന്നതിന് വേണ്ടി ജീവത്യാഗം ചെയ്ത ഒരു പറ്റം പുണ്യാത്മാക്കളുടെ കർമ്മഫലമാണ് നീയൊക്കെ ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം. പിറന്ന നാടിന്റെ മാനവും സ്വാതന്ത്ര്യവും എന്ന് ചിന്തിച്ച ഒരു തലമുറയുടെ ത്യാഗമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. പിറന്ന മണ്ണ് അന്യർ കയ്യേറിയപ്പോൾ ജാതിമത ഭേദമന്യേ സംഘടിച്ച് അന്നവർ പോരാടി. അന്നവരെ ഏകീകരിച്ച ശക്തി സ്വാതന്ത്ര്യമെന്ന ബോധ്യമാണ്. സംവത്സരങ്ങൾ നമ്മുടെ ഭാരതാംബ അനുഭവിച്ച ബന്ധനം ആരെയും കണ്ണുനീരണിയിക്കുന്നതാണ്. അവളുടെ മക്കൾ ജീവൻ ത്യജിച്ചു പൊരുത നേടിയ സ്വാതന്ത്ര്യം കാത്തു സൂക്ഷിക്കേണ്ടത് ഓരോ ഭാരതീയന്റെയും കടമയാണ്. സ്വതന്ത്ര ഭാരതത്തെ അതിർത്തി കടന്ന് ആക്രമിച്ചവർക്കെതിരെ പോരാടി 2 കാലുകളും നഷ്ടപ്പെട്ട രോഗിയായ മനുഷ്യനാണ് അകത്ത് കിടക്കുന്നത്. ആ അച്ഛന്റെ മകളാണിവൾ. ഇന്നും അതിർത്തിയിലെ മലയിടുക്കുകളിൽ മഴയും മഞ്ഞും സഹിച്ച് നിരന്തര ജാഗ്രതയിലൂടെ നമ്മെ സംരക്ഷിക്കുന്ന ധീര ജവാന്മാരുടെ വീരകൃത്യങ്ങൾ നീയൊക്കെ ഇതാ കാണ.